Welcome to GeoDIS Current Affairs Top Line. GeoDIS has launched PCM batch targeting Civil Service Examination 2027 at only rupees 1000 per month. 2 years in a one-time payment ചെയ്യുന്നവർക്ക് 5000 rupeesന് 2 years classes and subscription ലഭിക്കുന്നതായിരിക്കും. So join now for quality classes at affordable rates. On 14th April 2026, the nation celebrates the 135th birth anniversary of Dr. Bhim Rao Ramji Ambedkar. അംബേദ്കറുടെ 135th ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു ഈ കഴിഞ്ഞ 14th April 2026 നടന്നത്. ദ ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പല രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഫർ ചെയ്ത് അതിൽ നിന്നെല്ലാം നമ്മൾ കടം കൊണ്ട ആശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യക്ക് ചേരുന്ന വിധം അതിനെയെല്ലാം ഇന്ത്യക്കായി മാറ്റി എഴുതിയ ആ ഒരു മഹാവ്യക്തിത്വമാണ് ഡോക്ടർ ഭീം റാവു അംബേദ്കർ. ആൻഡ് പയനിയറിംഗ് സോഷ്യൽ റിഫോമറാണ്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സോഷ്യൽ ഇനിക്വാലിറ്റിക്കെതിരെ വളരെയധികം പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. സ്വതന്ത്ര ഇന്ത്യയുടെ ഫസ്റ്റ് ലോ മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. ആൻഡ് വാസ് ദ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പല കമ്മിറ്റീസ് ഉണ്ട്, അതിൽ ഏറ്റവും സുപ്രധാനമായിരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിരുന്നു അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻസും ലിറ്റററി വർക്ക്സുമാണ് ഇനി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹമാണ് ബഹിഷ്കൃത് ഹിതകാരിണി സഭ 1924 അദ്ദേഹമാണ് ഫൗണ്ടർ. ഫോർ സോഷ്യോ എക്കണോമിക് അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ഡിപ്രസ്ഡ് ക്ലാസസ്, ഗാന്ധിജി ഹരിജനങ്ങൾ എന്ന് വിളിച്ചിരുന്ന ആ ഡിപ്രസ്ഡ് ക്ലാസസിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയായിട്ട് അദ്ദേഹം തുടങ്ങിയ ഒരു സംഘടനയാണത്. മൂക്ക് നായക്, ബഹിഷ്കൃത് ഭാരത്, സമത ആൻഡ് ജനത, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജേർണൽസാണ്. ഓക്കെ, ഹിസ് മേജർ വർക്ക്സ് ഏതൊക്കെയാണ്? അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ദ അൺടച്ചബിൾസ്, ബുദ്ധ ഓർ കാർൽ മാർക്സ് ആൻഡ് ദ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ. Dhammachakra Pravartan Din is observed annually on 14th October to commemorate the historic mass conversion of B.R. Ambedkar and his followers to Buddhism. അപ്പോൾ ഈ ഒരു ദിവസം ആചരിക്കുന്നത് തന്നെ അംബേദ്കർ ഉൾപ്പെടെയുള്ള ഫോളോവേഴ്സ് ബുദ്ധിസം സ്വീകരിച്ചതിനെ മെമ്മറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പങ്കെടുത്ത സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? മഹത് സത്യാഗ്രഹ, പബ്ലിക് വെൽസിൽ നിന്നും ഈ അൺടച്ചബിൾസ് ആയിട്ട് മുദ്ര കുത്തിയവർക്ക് വെള്ളം എടുക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടായിരുന്നു മഹത് സത്യാഗ്രഹ. ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ്സ്, പിന്നെ പൂന പാക്ട് ഗാന്ധിജിയും അംബേദ്കറുമായിട്ട് സൈൻ ചെയ്ത ഒരു പാക്റ്റാണ്, ഒരു ഉടമ്പടിയാണ് പൂന പാക്ട്. അതായത് ഡിപ്രസ്ഡ് ക്ലാസസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ബ്രിട്ടീഷുകാർ നൽകാമെന്ന് പറഞ്ഞു. അത് ഹിന്ദുക്കളെ തമ്മിൽ ഭിന്നിക്കാനുള്ള ഒരു അടവായിരുന്നു ബ്രിട്ടീഷിൻ്റെത്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു അങ്ങനെ വേണ്ട, കോൺഗ്രസിനകത്ത് തന്നെ അവർക്ക് പ്രാധാന്യമുള്ള സീറ്റ്സ് നൽകാമെന്ന് പറഞ്ഞ് അംബേദ്കറിനെ സമ്മതിപ്പിക്കുകയായിരുന്നു. ആ ഒരു പാക്റ്റാണ് പൂന പാക്ട്. മാത്രവുമല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 32നെ ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചതും അംബേദ്കറാണ്. എന്തുകൊണ്ടെന്നാൽ ആർട്ടിക്കിൾ 32 ഇറ്റ് സെൽഫ് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ആരുടെയെങ്കിലും ഒരു ഇന്ത്യൻ സിറ്റിസൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ കോടതിക്ക്, സുപ്രീം കോർട്ടിന് സ്വമേധയാ കേസെടുക്കാം. മാത്രമല്ല, ഒരു അഗ്രീവ്ഡ് പേഴ്സണ് ഡയറക്റ്റ് സുപ്രീം കോർട്ടിലേക്ക് തൻ്റെ പരാതി അറിയിക്കാനായിട്ട് ചെല്ലുകയും ചെയ്യാം. അപ്പോൾ 32 ഇറ്റ് സെൽഫ് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അത് മാത്രമല്ല, ആർട്ടിക്കിൾ 32-നകത്ത് 5 റിട്ട്സും പറയുന്നുണ്ട്. ഒരു അഡീഷണൽ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്, നാഷണൽ എമർജൻസി സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ് 20 and 21 മാത്രമേ പ്രിവെയിൽ ചെയ്യുള്ളൂ, ബാക്കിയുള്ളതെല്ലാം സസ്പെൻഡഡ് ആയിരിക്കും. മാത്രമല്ല, ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ സുപ്രീം കോർട്ടിന് മാത്രമല്ല ആ ഒരു കേസ് എടുക്കാനും എൻഫോഴ്സ് ചെയ്യാനുമുള്ള അവകാശം. എക്സ്ക്ലൂസീവ് റൈറ്റ് അല്ല, ബട്ട് ഹൈക്കോർട്ട് ഓൾസോ ഹാവ് ദ സെയിം പവർ അണ്ടർ ആർട്ടിക്കിൾ 226. ഓർത്ത് വയ്ക്കണം. Exclusive right means only that court can take up case over that petition. And എന്താണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ മീൻസ് അപ്പീൽ വഴി അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു കേസ് എടുക്കാനുള്ള അവകാശം, അതാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ അപ്പീൽ വഴി മാത്രമേ നമുക്ക് സുപ്രീം കോർട്ടിലോട്ട് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ ഹയർ കോർട്സിലോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കേസിൽ സുപ്രീം കോർട്ടിന് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, ബട്ട് കൺകറൻറ്റ് ജൂറിസ്ഡിക്ഷനാണ്. ഹൈക്കോർട്ടിനും സെയിം ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ മേലിൽ കേസ് എടുക്കാം. ഒൺലി എക്സ്ക്ലൂസീവ് റൈറ്റ് സുപ്രീം കോർട്ടിന് ഇല്ല. അണ്ടർ ആർട്ടിക്കിൾ 32 ആൻഡ് അണ്ടർ ആർട്ടിക്കിൾ 226 സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ക്യാൻ ഇഷ്യൂ റിട്ട്സ്. ഏതൊക്കെയാണ് റിട്ട്സ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യൂററി, പ്രൊഹിബിഷൻ ആൻഡ് കോവാറൻറ്റോ. സുപ്രീം കോർട്ടിന് ഈ റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഒരു കാര്യത്തിനും ഇഷ്യൂ ചെയ്യാനുള്ള അവകാശമില്ല, അധികാരമില്ല. ഒൺലി ഫോർ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൈക്കോർട്ടിന് അങ്ങനെയല്ല, മറ്റ് പർപ്പസിന് വേണ്ടി പോലും റിട്ട് ജൂറിസ്ഡിക്ഷൻ ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക.
നെക്സ്റ്റ് ജാലിയൻവാല ബാഗിനെ കുറിച്ചാണ്. On 30th April 2026, the nation paid homage to the martyrs of Jallianwala Bagh massacre, marking the 107th anniversary. 107 വർഷമായി ജാലിയൻവാല ബാഗ് മസാക്കർ നടന്നിട്ട്. എന്തായിരുന്നു ബാക്ക്ഗ്രൗണ്ട്? റൗലറ്റ് ആക്ട് എന്നൊരു കരി നിയമം വന്നു 1990. അതിനെതിരെ ഒരു ചെറിയൊരു മീറ്റിംഗ് ആ ഒരു കാൽബൈശാഖി ഉത്സവം നടന്ന സമയത്ത് ആ ഒരു ജാലിയൻവാല ബാഗ് മൈതാനത്ത് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ കാൽബൈശാഖിയോടനുബന്ധിച്ച് ഒരുപാട് ആൾക്കാർ ആ ഒരു മൈതാനത്ത് കാറ്റുകൊള്ളാനായിട്ട് വിശ്രമിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കാർക്കും ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ചോ മീറ്റിങ്ങിൽ പങ്കാളിത്തമോ ഇല്ലായിരുന്നു. ഒരു ചെറിയ മീറ്റിംഗ് ആ ഒരു ജാലിയൻവാല ബാഗ് മൈതാനത്തിൻ്റെ അറ്റത്തായിട്ട് നടന്നുകൊണ്ടിരുന്നു. ഒരു വാതിൽ മാത്രം പുറത്തേക്ക് കടക്കാനുണ്ടായിരുന്ന ആ ഒരു വാതിൽ വഴി ഈ പറയുന്ന ജനറൽ ഓഡയർ അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരോടൊപ്പം വലിയ ഗൺസുമായിട്ട് വരികയും ഫുൾ റൗണ്ട് ഗൺഫയർ ചെയ്യുകയും ഒരുപാട് ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്ത ഒരു വലിയൊരു ദുരന്ത പ്രവൃത്തി, അല്ലെങ്കിൽ വളരെയധികം ഭീതിയും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കൂട്ടക്കൊലയായിരുന്നു അത്. എന്താണ് റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ? ഏതൊരു ഇന്ത്യക്കാരനെയും ബ്രിട്ടീഷുകാർക്ക് ട്രയൽ ചെയ്യാതെ എത്ര നാൾ വേണോ ജയിലിനകത്ത് പിടിച്ചിടാം. അങ്ങനെ ഒരു കരി നിയമമാണ് റൗലറ്റ് ആക്ട്. എന്തുകൊണ്ട് റൗലറ്റ് ആക്ട് നിലവിൽ വന്നു? മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം എന്ന് പറഞ്ഞിട്ട് ഒരു ലോ ആ സമയത്ത് തന്നെ നിലവിൽ വന്നു. അപ്പോൾ അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു? അതിനെയൊക്കെ അടിച്ചമർത്താനായിട്ടാണ് റൗലറ്റ് ആക്ട് എന്നൊരു ആക്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. ഈ ഒരു മസാക്കറിനെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ ജാലിയൻവാല ബാഗ് മസാക്കറിനെ തുടർന്ന് കോൺഗ്രസ്സിലൊക്കെ വളരെ വലിയൊരു പ്രതിഷേധം ഉണ്ടായി. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ എല്ലാം അദ്ദേഹത്തിന് നൈറ്റ്ഹുഡ് റിനൗൺസ് ചെയ്തു. കേസറി ഹിന്ദ് പദവി ഗാന്ധിജി റിനൗൺസ് ചെയ്തു. ജാലിയൻവാല ബാഗ് മസാക്കറിനെ തുടർന്ന് ഒരുപാട് വലിയ പ്രതിഷേധം ആളിക്കത്തി. ഭഗത് സിംഗ് ഒക്കെ ഒരു റെവല്യൂഷണറി എക്സ്ട്രീമിസ്റ്റിലോട്ടൊക്കെ പോയത് ഈ ഒരു സംഭവത്തിനൊക്കെ ശേഷമാണ്. അവരൊരു തീവ്രവാദ ലെവലിലോട്ടൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഭഗത് സിംഗ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനൊക്കെ തുടങ്ങി. അതൊരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു അസോസിയേഷനായിരുന്നു, ഒരു ആർമിയായിരുന്നു അത്. ഉധം സിംഗ് എന്ന് പറയുന്ന ഒരു സർവൈവർ ഉണ്ടായിരുന്നു ഈ ഒരു മസാക്കറിന്. അദ്ദേഹം ഈ 19-ന് ശേഷം 1940 ഈ ഓ ഡയർ എന്ന് പറയുന്ന ആ ഒരു ഉദ്യോഗസ്ഥനെ തേടി പിടിച്ച് ലണ്ടനിൽ ചെന്ന് കൊന്ന ഒരു ചരിത്രവും ഉണ്ട്. അത്രയും വർഷം അദ്ദേഹം കാത്തിരുന്നു ഈ ഒരു പ്രതികാരം തീർക്കാനായിട്ട്. മൈക്കിൾ ഒ ഡയർ ഉണ്ട്, ജനറൽ ഒ ഡയറും ഉണ്ട്. മൈക്കിൾ ഒ ഡയർ ആണ് അന്നത്തെ ഗവർണറായിരുന്നത്. ജനറൽ ഒ ഡയർ ആണ് അന്ന് ഇത്രയും ആൾക്കാരെ നിറയൊഴിച്ച് കൊന്ന ആ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ. അങ്ങനെ ജാലിയൻവാല ബാഗ് മസാക്കറോടുകൂടി ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യുകയും വളരെ വലിയ രീതിയിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് രാജ്യവ്യാപകമായി കത്തിപ്പടരുകയും ചെയ്തു. സ്കൂൾസിൽ നിന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സ്കൂൾസ് ബോയ്ക്കോട്ട് ചെയ്തു, സ്റ്റുഡൻസ് കോളേജസ് ബോയ്ക്കോട്ട് ചെയ്തു, ലോയേഴ്സ് കോർട്ട് ബോയ്ക്കോട്ട് ചെയ്തു. ഗവൺമെൻറ് സർവീസിൽ നിന്ന് എല്ലാവരും ഇന്ത്യൻസ് എല്ലാം അത് ബോയ്ക്കോട്ട് ചെയ്ത് ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ ഗാന്ധിജിയുടെ മാർഗം അഹിംസയും ഈ ഒരു സത്യാഗ്രഹവും ആയതുകൊണ്ട് തന്നെ 1922 ചൗരി ചൗര എന്നൊരു സംഭവം ഉണ്ടായി. അതായത് സമാധാനമായിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും നിറയൊഴിക്കുകയും ആൾക്കാർ ഈ പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും പോലീസുകാരെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവത്തോടു കൂടി ആൾക്കാർ ഇപ്പോഴും ആ ഒരു സത്യാഗ്രഹ മാർഗത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഗാന്ധിജിക്ക് മനസ്സിലാവുകയും അദ്ദേഹം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുകയും ചെയ്തു. ഇത് കോൺഗ്രസിൽ തന്നെ ഒരു ആൻറ്റി ഗാന്ധി ഇമോഷൻ ഉണ്ടാവാൻ കാരണമായി. കാര്യം ഇത്രയും വലുതായിട്ടൊരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് രാജ്യവ്യാപകമായിട്ട് ഇത്രയും വലിയ രീതിയിൽ വന്നിട്ട് അതിനെ പെട്ടെന്ന് ഇടയ്ക്ക് വെച്ച് ഗാന്ധിജി നിർത്തിക്കളഞ്ഞതിൽ സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെ മോത്തിലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ ഭിന്നിപ്പ് തുടങ്ങിയ ആ ഒരു കാലഘട്ടം അപ്പോഴാണ്. ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. ലെറ്റ്സ് മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.